കൊട്ടാരക്കര നടക്കുന്ന കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ മത്സര നടക്കുന്ന വേദികളിൽ കൊച്ചു കലാകാരന്മാരും കലാകാരികളും നടത്തുന്ന ദൃശ്യങ്ങളിലൂടെ സാക്ഷി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എത്രയും പെട്ടെന്ന് വേദി ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്നോ? മാറ്റി അതിന് Please note board number 48 second ball. Board number 48 ജില്ലാ കലോത്സവത്തിൻ്റെ ജില്ലാ കലോത്സവത്തിൻ്റെ നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചുമതലപ്പെട്ട അധ്യാപകർ വിശദീകരിക്കുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മഹോത്സവമായിട്ടുള്ള കേരള സ്കൂൾ കലോത്സവം, അതിൻ്റെ ജില്ലാ കലോത്സവം വിഘ്നേശ്വരൻ്റെ നാട്ടിൽ കഥകളിയുടെ ഈറ്റില്ലത്തിൽ കഥകളിക്ക് ജന്മം കൊടുത്ത കൊട്ടാരക്കരയുടെ മണ്ണിൽ 26-ാം തീയതി തൊട്ട് രചനാ മത്സരത്തോടുകൂടി തുടക്കം കുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 വേദികളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 7000-ഓളം വിദ്യാർത്ഥികൾ ഈ 5 ദിവസം നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അതോടൊപ്പം ഇതിന്റെ ഒരു വ്യവസ്ഥാപിതമായി ഇത്ര മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നത് വിവിധ അധ്യാപക സംഘടനകളുടെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. വിവിധ കമ്മിറ്റികളായി വേർതിരിച്ചുകൊണ്ട് വിവിധ അധ്യാപക സംഘടനകളാണ് ഈ ഓരോ കമ്മിറ്റിക്കും നേതൃത്വം കൊടുക്കുകയും അവരുടെ വളരെ ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടുള്ള ശ്രമഫലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ നിശ്ചിതമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ദേശീയ അധ്യാപക പരിഷത്ത് ഏറ്റെടുത്തിരിക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ശബ്ദവും വെളിച്ചവും. ശബ്ദവും വെളിച്ചവും ഇല്ലെങ്കിൽ ആ പ്രപഞ്ചം തന്നെ ഇല്ല. എല്ലാ പ്രകാശമാണ് അതിന്റെ ഊർജത്തിന്റെ സ്രോതസ്. അതുപോലെ തന്നെയാണ് ഈ കലാമേളയിലും ഈ കലാമേളയിലും ശബ്ദവും വെളിച്ചവും കൊടുക്കുക എന്നുള്ള ഏറ്റവും സങ്കീർണവും എന്നാൽ ഏറ്റവും പരമപ്രധാനവുമായിട്ടുള്ള ഒരു കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് ദേശീയ അധ്യാപക പരിഷത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 101 അടങ്ങുന്ന ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ദേശീയ അധ്യാപകരുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ SK ദിലീപ് കുമാർ അതിന്റെ കൺവീനറും, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ കൌൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ കാടാകുളം അരുൺകുമാർ അതിന് ചെയർമാനുമായിട്ട് അടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊന്ന് പ്രവർത്തിക്കുന്ന ജില്ലയിലെയും സംസ്ഥാനത്തെയും ദേശീയ അധ്യാപക പരിഷത്തിലെ പ്രവർത്തകരും കാര്യകർത്താക്കളുമാണ് ഈ പവലിയനിൽ ഇരിക്കുന്നത്. എന്നോടൊപ്പം ദേശീയ അധ്യാപക ജില്ലാ പ്രസിഡന്റ് ശ്രീ SK ദിലീപ് കുമാറുണ്ട്, ജനറൽ സെക്രട്ടറി ശ്രീ A അനിൽകുമാറുണ്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ സാറുണ്ട്, ജില്ലാ സെക്രട്ടറി സുനീഷ് സാറുണ്ട്, ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശിവംപിള്ള സാറുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഈ ദിവസങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം നല്ല ബഹുജന സമ്പർക്കത്തോടുകൂടി ബഹുജന പങ്കാളിത്തത്തോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധമായിട്ടുള്ള സ്റ്റാളുകൾ, വിവിധമായ മേഖലകൾ, സ്പോർട്സ്, NCC, NSS,
ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവർക്കെല്ലാം അവരുടേതായ പവലിയനിലെല്ലാം ശബ്ദവും വെളിച്ചം പ്രദാനം ചെയ്യുന്നത് ഈ കമ്മിറ്റിയാണ്. ഒപ്പം തന്നെ ഫുഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഇത്രയും വരുന്ന വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും നാട്ടുകാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത് തൊട്ടടുത്തുള്ള സൗവർണിക ഓഡിറ്റോറിയത്തിലാണ്. അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ഈ നാടിന്റെ ഒരു ഉത്സവമായി ഇത് ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു. നന്ദി, നമസ്കാരം. സാക്ഷി. നമസ്കാരം. ഏത് സ്കൂളിൽ നിന്നാണ്? ഒരു വഴി അല്ലേ? അങ്ങോട്ടാ. എത്ര പേരുണ്ട്? 10 പേര്. ഒപ്പരയൊക്കെ ശാസ്ത്രീയമായി പഠിച്ചവരാണോ? അന്ന് സബ് ജില്ലാ കലോത്സവത്തിൽ എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? എ ഗ്രേഡ് ആണോ? ഫസ്റ്റ് എ ഗ്രേഡ്. ഇതേറെ സാറാണോ? ഓക്കെ. ഒപ്പന കലാകാരികളാണ് സാക്ഷിയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കലാവേദി കൈയടക്കി ഇന്ന് മത്സരവേദികളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒപ്പന കലാകാരികൾ. അവരുടെ വിശേഷങ്ങൾ കേട്ടറിയാം. നിങ്ങളുടെ ടീമുകളൊക്കെ മത്സരത്തിന് സജീവമായി നിൽക്കുകയാണ്.
അപ്പോൾ ഒപ്പനയുടെ ഒരു രണ്ടുപേര് പാട്ടൊന്ന് പാടാമോ? പാടിയേ. ആരാ പാടുന്നേ? പാടിക്കോ. രാഗനദീതിറങ്ങും രാവിലായി ശോഭതിങ്ങും പരിണയദിനമായി തരുണി വിളങ്ങും പരിഗുണ തികവായൊരു വിത്തിളങ്ങും ചുളിയാണോ പരിശാണോ വിസ്മലരാണി ചന്തം മുടിയായി സഭേദിലാണു പരവായി അരിശീലാണു ജീവിത മാമയിലോ ചീലഞ്ചു മാമയിലോ ശാലീന പൂങ്കുയിലോ സഭേങ്ക പരിമളം തൂക്കിടലായി സുരഭില മോഹം തള്ളിടലായി മണതിയ രോജ മധുകുടി രോജ മല്ലി കാമ്പുകൾ രാജ തങ്ങൾ മഹിയാകി പുതുമകളാണു പുരിയാകി മഹിമകളാണു ആലമി മികവാണോ മികവായി ടീച്ചറാണോ പഠിപ്പിച്ചേ? ടീച്ചറാണോ ഒപ്പന പഠിപ്പിച്ചേ? ഏ ടീച്ചറെ? ആ സാർ വന്നിട്ടുണ്ടോ? ടീച്ചർമാരാന്ന് പേരൊന്ന് പറഞ്ഞോ. എൻ്റെ പേര് സിംന. എൻ്റെ പേര് രഞ്ജിനി. അതോ രക്ഷാർത്ഥങ്ങളോ? അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ ശശി ടിവിയുടെ കേട്ടോ. അപ്പോൾ കലാരംഗത്ത് മികവ് പുലർത്തി മത്സരവേദികൾ ഇന്ന് കൈയടക്കുന്നത് ഒപ്പന വേഷം കിട്ടിയ കൊച്ചു കലാകാരികളാണ്. അവരുടെ കലാവൈഭവം ഓരോ വേദികളിലൂടെ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് കാണാം. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കൊച്ചു കലാകാരികൾക്കും സാക്ഷി പ്രേക്ഷകരുടെ പേരിൽ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. SNV പരവൂർ സ്കൂളിലെ കലാകാരികളാണ് ഇപ്പോൾ സാക്ഷി പ്രേക്ഷകർക്ക് വേണ്ടി ഗാനങ്ങൾ മാപ്പിള പാട്ട് അവതരിപ്പിച്ചത്. നമസ്കാരം. നിങ്ങളൊക്കെ ഏത് സ്കൂളിൽ നിന്നാണ്? കുറച്ചു പറ. വർത്തമാന സ്കൂളില് ഒരു ആർപ്പോ പറഞ്ഞ എല്ലാവരും കൂടെ സന്തോഷത്തിന്റെ ആർപ്പോ പറഞ്ഞേ. അതേ ഉള്ളോ? ഒന്നുകൂടെ പറഞ്ഞേ. റെഡി? ഒപ്പനയൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. സബ് ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ് ഉണ്ടോ? ഫസ്റ്റ് എ ഗ്രേഡ്. ആരാ പഠിപ്പിച്ചേ? ടീച്ചർമാരാണോ? ജിബിൻ സാർ കൂടെ ഉണ്ടോ? എന്താ സാറിനെ കൊണ്ടുവരാഞ്ഞേ? എന്താ സാർ നിങ്ങളത് പിണക്കാന്നോ? പിന്നെ ഈ ഒപ്പനയുടെ പാട്ട് രണ്ടുപേരും പാടാൻ പറ്റുമോ? കൂടെ വന്ന് ടീച്ചർമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ആ ടീച്ചറെ ഒന്ന് വിളിച്ചേ. ആ ടീച്ചറൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഞങ്ങളെ.
വരൂ അല്ലെ ഓരോരുത്തർ സ്വയം പറയും. ജിപ്സി ടീച്ചർ, ക്രിസ്റ്റി ടീച്ചർ, ഷൈനി ടീച്ചർ, പേരൻസ് ഉണ്ട്. പേരൻസും കൂടെ നിൽക്കുന്നു. ടീച്ചറെ, എത്ര നാളത്തെ ഒരു പരിശീലനം ഇവർക്ക് വേണ്ടി വന്നു ഇത്തരത്തിൽ ഇവരെ തയ്യാറാക്കാൻ? ഒരു 2 മാസം, 3 മാസത്തോളം എടുത്തു. 3 മാസം. അപ്പോ കലാരംഗത്തെ പോലെ പഠനത്തിലും ഇവര് മികവ് പുലർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ലതായിട്ട് മികവ് പുലർത്തുന്നുണ്ട്. അവരുടെ ക്ലാസ്സുകൾ മിസ്സാവുന്നെങ്കിലും അവരത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു. അതിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇന്ന് കലാമത്സരങ്ങളിൽ മാപ്പിള ഗാനങ്ങളും മാപ്പിള പാട്ടുകളുമായി കലാവേദികൾ കൈയടക്കാൻ എത്തിയിരിക്കുന്ന കൊച്ചു കലാകാരികളെയാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. അധ്യാപകർ അവരെ സംബന്ധിച്ച് പറയുന്നത് കലാരംഗത്തെ പോലെ തന്നെ പഠനത്തിലും മികവ് പുലർത്തുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കലാരംഗത്തും പഠനരംഗത്തും മികവ് പുലർത്തിക്കൊണ്ട് കേരളത്തിന് ഭാവിയിൽ വാഗ്ദാനങ്ങളായി വന്നിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് സാക്ഷിയുടെ പ്രേക്ഷകരുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അവിടെ കരളിൽ പൊന്തിടുമേ, കരളിൽ പൊന്തിടുമാനലിയുടെ ചിത്രമനുമിതമേ, മങ്ക കനവു കണ്ടിടുമേ, തങ്ക തികവിലങ്ങിടുമേ, പുതുമപ്പൂന്തോലയിൽ പൂവായ ഫാത്തിമ, ഫാത്തിമ തോരുടെ പാതകളെല്ലാം ഭാഗ്യ പുണകൾ മുട്ടുകളെല്ലാം പാവനക്കിസകളിലേക്കെല്ലാം എല്ലാ ദൂരൂരിലും രംഗായ ഫാത്തിമ, ഫാത്തിമയെങ്കിലും എങ്കിലും ദേവി പാൽഗുണ നിറമൊഴി പൂശിയ ദേവി, ആതിരവൾ തിരികാലിയ ദേവി, ഏകി സുഖ ദുഃഖമാക്കിയവൾ ഫാത്തിമ, നിറവൊളിയാലേ നറുനിറമായി നിയാദം അരുളിയതാരേ, നിറവൊളിയാലേ നറുനിറമായി നിയാദം അരുളിയതാരേ, ആലും സൗഭാകളും മജബേറിത്തോന്നാൻ ആ മഹനൂരിനാൽ ശൗക്ക് പിറന്ന്, ആലും സൗഭാകളും മജബേറിത്തോന്നാൻ ആ മഹനൂരിനാൽ ശൗക്ക് പിറന്ന്, പിറവിയലിയാർ പുതുമൈരവാൽ പിറേന്തോ പിതാമഹനും പോറ്റിടുമന്നാൾ, പിറവിയലിയാർ പുതുമൈരവാൽ പിറേന്തോ പിതാമഹനും പോറ്റിടുമന്നാൾ, അന്നാളിലായ പുത്വാബിലിൻ മാനം അതിജുമലേറ്റിടുവാൻ പോറ്റിയ മാരൻ, അന്നാളിലായ പുത്വാബിലിൻ മാനം അതിജുമലേറ്റിടുവാൻ പോറ്റിയ മാരൻ, മാരനലിയാർ ബിന്തി ഫാത്തിമ മാറ്റുകൂട്ടുവാൻ ഏറ്റിടും പൂമാൻ, മാരനലിയാർ ബിന്തി ഫാത്തിമ മാറ്റുകൂട്ടുവാൻ ഏറ്റിടും പൂമാൻ, ചേർന്നോരെ പുന്നാരം മിന്നുന്ന മൗലാഞ്ചി ചേർച്ചയിലസിയ വീതട്ടെ മൗലാഞ്ചി, പിന്നിയരുമുക്കൾ സുമൂരി മൗലാഞ്ചി, തങ്കപ്പൂരിന്റെ പുൽത്താടി മൗലാഞ്ചി, ബീവിക്ക് നാട്ടത്തിൽ ഹിജ്റ സമയത്ത് വീരിലുറങ്ങിയ അലിയല്ലോ പുതുമാരൻ, പുതുമാരൻ ചിത്രപ്പേടുന്നിട്ടി പല്ലേ പുതുക്കെ പുഴപ്പെടാൻ ഒത്ത സമാനല്ലേ, മൗലാഞ്ചി മേന്മകൾ ചേർന്നോരാവുകൾ മൈക്കണ്ണ മോദത്തിൽ പൂക്കുന്നീശലുകൾ, പൂമണിയാം ഫാത്തിമാബി അന്നൊരു നാളണവാ, അന്നൊരു നാളണവാ, പാകിനബി തമ്മിലായി സങ്കടങ്ങളുരവാ, സങ്കടങ്ങളുരവാ, പൂമകളിൻ കൈ
ചൊന്നതിൽ ഞാൻ മുസിറ ഏറ്റിടുന്ന മുഖമിനിന്ന പുഞ്ചിരിയും അറിവാ ശ്രദ്ധിക്കുക, ഒരറിയിപ്പുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റിൽ മത്സരാർത്ഥികൾക്കും രക്ഷകർത്താക്കളുമുള്ള സൗജന്യ ലഘുഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. പോലീസ് എയ്ഡ് പോസ്റ്റിൽ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള സൗജന്യ ലഘുഭക്ഷണം വിതരണം ചെയ്ത കാര്യം അറിയിച്ചുകൊള്ളുന്നു. ശ്രദ്ധിക്കുക, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മത്സരാർത്ഥികൾ മീഡിയ സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മത്സരാർത്ഥികൾ മീഡിയ സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. UP വാരം അപ്പർ മത്സരം തുടരുന്നു. കോഡ് നമ്പർ 54. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് നമ്പർ 54. ഹലോ, ശ്രദ്ധിക്കുക, കോഡ് നമ്പർ 53, 49, 50 എത്രയും പെട്ടെന്ന് വേദി ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കോഡ് നമ്പർ 53, 49, 50 എത്രയും പെട്ടെന്ന് വേദി ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു.
കോഡ് നമ്പർ 54 സെക്കൻഡ് കോൾ. കോഡ് നമ്പർ 54 തേർഡ് ആൻഡ് ഫൈനൽ കോൾ ഓൺ ദ സ്റ്റേജ്. ഏത് സ്കൂളാണ് ടീച്ചർ? പോരുവഴി. മാപ്പിള കലാവിരുന്നുമായി GHS പോരുവഴിയിലെ കൊച്ചു കലാകാരികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. മക്കളെ, പിന്നെ കലാമത്സരങ്ങളിൽ നിരവധി പ്രൈസുകളൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് കരുതാമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കലാപരമായി മികവ് പുലർത്തുമ്പോൾ തന്നെ പഠനത്തിൽ എങ്ങനെയാണ്? ആണോ? അധ്യാപകർ കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കലാരംഗത്ത് ഇതുപോലെ മിടുക്കികളായി നിൽക്കുമ്പോഴും വിദ്യാഭ്യാസ രംഗത്തും മിടുക്കികളായി വരണം. കലാലോകത്തിന് നിങ്ങളൊരു സംഭാവനയായി മാറുമ്പോൾ ഒരിക്കലും അത് പഠനത്തെ ബാധിക്കരുത്. അപ്പോൾ നമ്മുടെ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരി പാട്ട് പാടിക്കൂടെ? ടീച്ചറെ, ഇവര് പഠനത്തിൽ എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല. രക്ഷകർത്താക്കളാണ്. ഇവര് കലാരംഗത്തെ പോലെ പഠനത്തിൽ മികവ് പുലർത്തുന്നുണ്ടല്ലോ. അപ്പൊ അവര് കലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഇതേ രീതിയിൽ വരട്ടെ അവര്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമസ്കാരം. നമസ്കാരം. കുറച്ചുകൂടാ. ഏത് സ്കൂളിൽ നിന്നാ വരുന്നേ? അവനീശ്വരം. പിന്നെ കൂടെ ആരൊക്കെ ഉണ്ട്? ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ടോ? ഫുഡൊക്കെ കഴിച്ചോ രാവിലെ? എന്നാ എല്ലാവരും ഒരു ആർപ്പോ പറഞ്ഞേ. ഇത് ഫുഡ് കഴിച്ച ആർപ്പോ അല്ല, ഒന്ന് ഉറച്ചു പറഞ്ഞേ. മത്സരിക്കണ്ടേ? അപ്പം നിങ്ങളുടെ പഠിച്ച ഈ ഒപ്പനയ്ക്ക് ആരാ പാട്ട് പാടുന്നേ? ഒരു രണ്ടുപേര് പാടിക്കേ. അപ്പോൾ മത്സരം അടിച്ചു വിളിക്കുക. വിജയാശംസകൾ. ടീച്ചറെ ടീച്ചറെ നമസ്കാരം.
അങ്ങനെ എല്ലാവരും മത്സരത്തിൽ റെഡിയാണോ? ഏത് സ്കൂളിനെ പ്രതിനിധിച്ച് പറഞ്ഞേക്കുന്നേ? ഉറച്ചു പറ. മഞ്ഞപ്പറക്കാർ ഇങ്ങനെയാണോ? ഇപ്പോഴല്ലേ പ്രേക്ഷകർ നിങ്ങളുടെ സ്കൂളിന്റെ പേര് കേൾക്കത്തുള്ളൂ. അപ്പൊ ഈ പാട്ട് പാടുന്നതാരാ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആയോ? ആ, അദ്ദേഹമാണോ പാടുന്നേ? ഒരു പാട്ടിന് രണ്ടുപേര് പാടിയേ. ഹതി പുതിയുത്തിതുമാകാൻ ഹതി നൂറുത്തിനയാകാൻ അത് നേടിയിടാൻ രാമത്തത് പാകാൻ പാകാൻ ഇണയാകാൻ പുതുവാൻ സുഖങ്ങളിലേറ്റം പരമത്ത് എന്നത് സന്തോഷമില്ലാടാൻ സമരായി ചിന്താരമതാകാൻ ചൂടാൻ നവപൂരിന താങ്കളിതാ ഹിന്ദുക്കൾ കൊണ്ടിടും മഹിമ ചന്ദിര സുന്ദരി കലമാ മന്ദിര അടിപൊളി. അപ്പൊ ഇത് നിങ്ങളെ പരിശീലിപ്പിച്ച ആരാണ്? ലീന ടീച്ചറാണോ? ടീച്ചർമാരൊക്കെ എത്തിയിട്ടുണ്ടോ? അവരേതൊക്കെ ഒന്ന് കാണിച്ചെന്നേ. ഇത് ഷെമീന ടീച്ചർ, ടീച്ചർ, ലീന ടീച്ചർ, സാവിത്രി ടീച്ചർ. അപ്പോൾ ടീച്ചറെ, ഇവരെ കുറിച്ച് എന്താണ് ടീച്ചർമാർക്കുള്ള അഭിപ്രായം? ഇവര് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാം പഠിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവര് പരിശീലനം നേടിക്കഴിഞ്ഞു. മിടുക്കരായ കുട്ടികളാ. അപ്പോൾ ഈ കലാരംഗത്ത് മാത്രമാണോ അവരെ പഠനരംഗത്തും ഇതേ മികവ് പുലർത്തുന്നുണ്ടോ? മികവ് പുലർത്തുന്നുണ്ട്. ഇന്നലെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നതിൽ പാട്ട് പാടുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഒപ്പരക്കാരിൽ 3 പേർക്കുണ്ടായിരുന്നില്ലേ ഫസ്റ്റ്. അപ്പോ നിരവധി കലാവേദികളിൽ നിങ്ങളുടെ മികവ് പുലർത്തിട്ട് അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. കലാകേരളത്തിന് നിങ്ങൾ ഒരു സംഭാവനയായി മാറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും നിങ്ങളുടെ മികവ് ഇതേ നിലയിൽ പുലർത്തുവാൻ കഴിയട്ടെ എന്ന് സാക്ഷി ടിവിക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ പ്രീത ടീച്ചർ അവിടെ സീറ്റ് ഇരിക്കുവാണ്. ഇങ്ങോട്ട് പോ. അല്ല, അങ്ങോട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഇങ്ങോട്ട് പൊക്കളല്ലേ പ്രീത ടീച്ചർ. ഞങ്ങൾ നന്നായിട്ട് പഴയ പ്രശ്നം ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പ്രീത ടീച്ചർ പോയാ 2 വാക്ക് പറയാം. വിളിക്കാൻ പോയി റിപ്പോർട്ട് എങ്ങനെ? എടുത്തിട്ട് പോയി ഞങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ഈ പ്രതിഭകളെ പരിശീലിപ്പിച്ച ഒരു അധ്യാപികയുണ്ട്. ചടയമംഗലത്തിന്റെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രീത ടീച്ചർ. ഇവരെ സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. വളരെ ഉത്സാഹത്തോടുകൂടി മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കണമെന്ന ആർജവത്തോടുകൂടി എല്ലാ ദിവസവും നല്ല പ്രാക്ടീസാണ് കുട്ടികൾക്ക് അധ്യാപകർ കൊടുത്തത്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിരന്തര പരിശീലനം രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നുണ്ടായി. പരിശീലനം കൊടുത്തത് പ്രധാനമായും മഞ്ജു ടീച്ചർ, ഷെമീന ടീച്ചർ, ലീന ടീച്ചർ എന്നിവരാണ്. ഞങ്ങളെല്ലാവരും അവർക്ക് സഹായവും
പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സ്കൂളിലെ എല്ലാ അധ്യാപകരും നാട്ടുകാരും ഒന്നടങ്കം നമ്മുടെ സ്കൂളിൽ ഈ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പല സ്കൂളുകളിലായിട്ടാണ് ഈ റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത്. അടുത്ത വേദിയിലേക്ക് സാക്ഷിയുടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തൽക്കാലം ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വേദിയിൽ എത്തിയതിനു ശേഷം സംപ്രേഷണം തുടരും. റവന്യൂ കലാവേദിയിൽ നിന്നുകൊണ്ട് ഗോപൻ മുദ്രയും രാജ്മോഹനും സാക്ഷി ടിവിക്ക് വേണ്ടി.